എല്ലാവർക്കും റോഫാസ് കിച്ചൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്ളോഗുമായാണ് ഞാൻ വന്നത്. ഇപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടില സ്ഥലമാണ്. അപ്പോൾ അതെവിടെയാണെന്നല്ലേ, പഴയങ്ങാടിയാണ് സ്ഥലം. അപ്പോൾ നമുക്ക് വിപ്രാക്കാൽ, വലയപ്ര എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കതിനെ ഷോർട്ടാക്കിയിട്ടാണ് വിപ്രാക്കാൽ എന്നാണ് കൂടുതലായിട്ട് അറിയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അതിന് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഇത്. ഇപ്പോൾ കണ്ണൂരുള്ളവർക്കും എവിടെയുള്ള കണ്ണൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ണൂർ ടൗണിൽ നമുക്ക് ഒരു 20 കിലോമീറ്റർ ഉണ്ടാവും ഇവിടത്തേക്ക്. അപ്പോൾ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്താം. അധികം ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൽ പോയവരും ഒക്കെ അധികം കണ്ടവരും പോയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വ്ളോഗായിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളിത് അവസാനം നമ്മൾ അവിടെ എത്തി. അപ്പോൾ നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെ അവിടെ ഉണ്ട്. നല്ല വലിയ പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. ഇപ്പോൾ പേ പാർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല സേഫായി തന്നെ നമുക്ക് വണ്ടിയൊക്കെ അവിടെ വെക്കാം. ഇനി നമുക്ക് അടുത്ത കാഴ്ചകളൊക്കെ കാണാം അവിടുത്തെ. അപ്പോൾ നമ്മളിവിടെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് അപ്പോൾ മെല്ലെ നമുക്ക് നടന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ തിരക്കുണ്ടോ എന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ പൈസയൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുമ്പം തന്നെ നല്ലൊരു ഫീലാണ്. ശരിക്കും നല്ല നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ്. എത്ര നേരം വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇതാണ് ഒരു കായലിൻ്റെ നടുവിലൂടെ ഇതുപോലെ ഒരു പാലമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഈ പാലത്തിൻ്റെ അകത്തിലൂടെ നടന്നു നോക്കാം. അപ്പോൾ മരപ്പലകയാണ് മൊത്തമായിട്ട്. അപ്പോൾ നല്ല കായലിൻ്റെ നടുവിലായിട്ട് തന്നെയാണ് ഇതേപോലെ മരപ്പലക കൊണ്ട് നല്ല കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നടന്നു നോക്കാം. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട്. നല്ല കഴിക്കാനും സ്നാക്സും ഐസ്ക്രീംസും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ ഇവിടെ വേറൊരു സർവീസും കൂടി, ബോട്ട് സർവീസും കൂടി ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ സ്പീഡ് ബോട്ട് നമുക്ക് ഒറ്റയ്ക്ക് വേണം, അങ്ങനെ കയാക്കിങ്, അപ്പോൾ എല്ലാ തരം ഉണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് കുറേ ആൾക്ക് പോകേണ്ടത്, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ചാർജ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതാ ബോട്ടെല്ലാം ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നോക്കാം. വേറെ എന്തൊക്കെയാണ് ഇവിടെ ഫെസിലിറ്റീസ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ പാലം എവിടത്തേക്കാണ് പോകുന്നത് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ട് ഇത് നമുക്ക് നോക്കാം. അപ്പോൾ അത് എൻ്റെ ഭാഗമാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇത് ഒരു ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ പേർക്ക് ഇരിക്കാനുള്ള ബോട്ടാണ്. അപ്പോൾ അതിപ്പോൾ അവരെവിടെയോ പോയി തിരിച്ചു വരികയാണ്.
ഇനി നമുക്ക് നടന്നു നോക്കാം. ഏകദേശം നമ്മൾ എൻഡിലെത്തി. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ പാലത്തിൻ്റെ ഇപ്പുറം എത്തി. അപ്പോൾ ഇവിടെ ഫുൾ പാർക്കാണ്, കുട്ടികളുടെ പ്ലേ ഏരിയ ആണ് ഇവിടെ മൊത്തമായിട്ട് കാണുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. ഇതിലൂടെ ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ നല്ലൊരു ഫീലാണ്. പിന്നെ വെയിലൊന്നും അധികമില്ല. അപ്പോൾ നമ്മളൊരു 3-4 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇതാണ് ഇത് മൊത്തം കുട്ടികളുടെ ഏരിയ ആണ്. മാസ്ക് ധരിക്കാനും അകലം ഇതാക്കാനൊക്കെ ഒരു പ്രത്യേക ഇവിടെ ബോർഡൊക്കെ തയ്യാറാക്കിന്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ അടുത്തിൻ്റെ മോൻ റിഷാദാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓനിക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഗെയിമുകളൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഒന്നിന് ഇതിൽ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനത് അടിപൊളിയായി തന്നെ ചെയ്തു. അപ്പോൾ ഇനി അടുത്തതാണ് ഇതുപോലെ ഗണ്ണ് കൊണ്ടുള്ളത്. അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട് ഇവിടെ. ഓരോന്നിനും ഓരോ ചാർജാണ്. ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ തോന്നി. അപ്പോൾ രാത്രി ഏകദേശം 7 മണിയായി നമ്മളിവിടെ എത്തിയിട്ട്. അപ്പോൾ നല്ല രസമുണ്ട്. ഈ രാത്രി കാഴ്ചയും കാണാൻ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഇവിടെ വന്ന് തന്നെ അറിയണം ഈ ഫീലൊക്കെ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. കണ്ണിന് നല്ല കാഴ്ചയാണ്, കുളിർമയുള്ള കാഴ്ചകൾ. ഒക്കെ കളികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോട്ടിൽ കയറേണ്ട ടൈം കഴിഞ്ഞ് കേട്ടോ. ബോട്ടുണ്ട്. അപ്പോൾ രാത്രി നോക്കിയിട്ട് കാര്യമില്ലല്ലോ കയറിയിട്ട്. അപ്പോൾ അത് പിന്നെ ദിവസം വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും സമയം ടൈം പോകുമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ടൈം പോയി. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എല്ലാവരും പോവാം. പോകുന്നവർ കുറച്ച് നേരത്തെ പോവാം. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റും, നല്ലവണ്ണം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ തിരിച്ച് ഇതേപോലെ തന്നെ അതേ പാലത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്.
അപ്പോൾ രാത്രിയിലുള്ള വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ കണ്ടാതൊക്കെ കാണുന്നതാണ് പാർക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ പോയ പാർക്കാണ് കാണുന്നത് ഇവിടുന്ന്. നമ്മൾ ശരിക്കും രാത്രിയും പകലും ഒരുപോലെ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. 8-9 മണി വരെ തന്നെ രാത്രിയും ഉണ്ട്. അപ്പോൾ നല്ലൊരു കളർഫുൾ തന്നെയാണ്. ഇവിടെ കാണുമ്പോൾ തന്നെ നല്ല കളർ ലൈറ്റൊക്കെ കൊടുത്ത് സൂപ്പറാണ്. അപ്പോൾ എന്തായാലും പോകാതെ ആരെങ്കിലും ഇപ്പോൾ സ്കൂളൊക്കെ വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പോകാൻ പറ്റിയ സ്ഥലമാണ്. കുട്ടികളായിട്ട് പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നല്ല സേഫാണ്. അപ്പോൾ അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ബെൽ ബട്ടൺ, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എൻ്റെ ഫ്രണ്ട്, അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്